നമ്മളെല്ലാവരും നമ്മുടെ ഈ ഒരു ഐഫോൺ ചാർജ് ചെയ്യുന്നത് 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്തായിരിക്കും. അപ്പോൾ ഈ ഒരു 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂറിൽ നമുക്ക് 50% ചാർജ് ആവുമെന്നാണ് ആപ്പിൾ പറയുന്നത്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വേറെയും ഫാസ്റ്റ് ചാർജേഴ്സ് അവൈലബിൾ ആണ്. 160 വാട്ടിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജേഴ്സ് നമുക്കിപ്പം ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഒരു M1 മാക്ബുക്ക് പ്രോൻ്റെ കൂടെ എനിക്ക് ലഭിച്ചത് 61 വാട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു ചാർജിങ് അഡാപ്റ്റർ യൂസ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ആപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് സ്പീഡിൽ അല്ലാതെ അതിൽ കൂടിയ ഫാസ്റ്റ് ചാർജേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി ഓവർ ഹീറ്റ് ആയിട്ട് ബാറ്ററി ലൈഫ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാസ്റ്റ് ചാർജേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന 20 വാട്ട് ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഐഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ സെൻറ്റർ എടുക്കുക. കൺട്രോൾ സെൻറ്റർ എടുത്തിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻസിൽ കുറച്ച് സാധനങ്ങൾ ഓഫ് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കുക, ഡേറ്റ ഓഫ് ആക്കുക, വൈഫൈയും ബ്ലൂടൂത്ത് നമ്മൾ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഇനി സിഗ്നൽ സെർച്ച് ചെയ്യത്തില്ല. അതായത് നമുക്കിപ്പം റേഞ്ച് കുറവുള്ള അടുത്തൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ കൂടുതൽ റേഞ്ച് എടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമ്മുടെ പ്രൊസസ്സർ വർക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് കുറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫോൺ സിഗ്നലിന് വേണ്ടി സെർച്ച് ചെയ്യത്തില്ല. അതുവഴി നമുക്ക് കുറച്ച് ബാറ്ററി ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ ലോ പവർ മോഡിൻ്റെ ഒരു ഐക്കൺ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ഇനേബിൾ ആക്കുക. അപ്പോൾ ലോ പവർ മോഡ് ഇവിടെ ഇനേബിൾ ആയിട്ടുണ്ട്. അടുത്തായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ ഡാർക്ക് മോഡിൻ്റെ ഒരു ഐക്കൺ കിട്ടുന്നതായിരിക്കും. ഡാർക്ക് മോഡ് നിങ്ങൾ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ലൈറ്റ് മോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടോഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഡാർക്ക് മോഡിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ ഡാർക്ക് മോഡ് ഇടാൻ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ ഒത്തിരി ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു പിക്സൽസ് എല്ലാം ലൈറ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ കൂടുതൽ ചാർജ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബാറ്ററി ലൈഫ് കൂടുതൽ ലഭിക്കാനായിട്ട് ഡിസ്പ്ലേയിൽ കൂടുതലും ബ്ലാക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ആക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിലെ വാൾപേപ്പർ ചേഞ്ച് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് വാൾപേപ്പർ ആക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഈ ഒരു വാൾപേപ്പർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ചാർജിങ് സ്പീഡ് കൂട്ടാനായിട്ട് നിങ്ങൾ ബ്ലാക്ക് വാൾപേപ്പർ യൂസ് ചെയ്യുക. അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഇനേബിൾ ആക്കുക. അപ്പോൾ ഞാൻ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് നമുക്കൊരു ഷോർട്ട് കട്ടായിട്ട് നമ്മുടെ ഈ ഒരു പവർ ബട്ടണിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പവർ ബട്ടൺ 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ആവുന്നതായിരിക്കും. അത് കണ്ടിട്ടും റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ 3 തവണ അതിനകത്ത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്ഷൻ ഡിസേബിൾ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഈ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു മിനിമം ബ്രൈറ്റ്നസ് ലെവലുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഡിസ്പ്ലേയുടെ ഈ ഒരു ബ്രൈറ്റ്നസ് ലെവൽ ഫുള്ളായിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ ഈ ഒരു റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് കൂടെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ ഡിസ്പ്ലേ ഡിം ആവുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടിട്ട് നമ്മുടെ ഡിസ്പ്ലേ കുറച്ചും കൂടെ ഡിം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ ഡിസ്പ്ലേയിലുള്ള ബ്രൈറ്റ്നസ് കുറച്ചിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് വാൾപേപ്പർ ആക്കിയിട്ട് ഫുള്ളൊരു ബ്ലാക്ക് തീം ആക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. കാരണം നമുക്ക് ഈ ഒരു ഫോണിലുള്ള പിക്സൽസ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് കാരണം നമുക്ക് ബാറ്ററി ലൈഫ് കുറച്ചും കൂടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ കണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡിസ്പ്ലേ ഡിമ്മാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോണൊന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50% ചാർജ് ആവുന്ന ടൈം കൊണ്ട് നിങ്ങൾക്ക് ഒരു 80-85% നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചാർജിങ് സ്പീഡ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയുടെ കമൻറ്റിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സി യു.